25 വർഷം പഴക്കമുള്ള ഒരു വീടാണിത്. ഇതിൻ്റെ എക്സ്റ്റീരിയറിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഇൻറ്റീരിയറിലാണ് അതിൻ്റെ കൂടുതലും ചേഞ്ചസ് വന്നിരിക്കുന്നത്. അറേഞ്ച്മെൻറ്റ്സിലൊക്കെ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. നേരത്തെ ലിവിങ് റൂമാണ്. നേരത്തെ ഇവിടെ ഒരു TV യൂണിറ്റും കുറച്ച് സോഫ മാത്രമേ, ഒരു 3 സീറ്റ് ഒരു 2 സീറ്റ് മാത്രമേ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉള്ളായിരുന്നു. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് TV യൂണിറ്റ് ഇവിടെ നിന്ന് മാറ്റി ഒരു 3 സീറ്റും പ്ലസ് ഒരു 2 സീറ്റും വരുന്നൊരു ഡബിൾ കോർണർ സോഫ ഇവിടെ സെറ്റ് ചെയ്തു. ഷോക്കേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും ഹൈറ്റ് തൊട്ട് ഇവിടം വരെയുള്ളൊരു കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഷോക്കേസ് ആയിരുന്നു. അപ്പോൾ അത് ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. അതിനെ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണിത്. ഇത് നേരത്തെ ഡൈനിങ് റൂമാണ്. ഡൈനിങ് റൂം കൺവേർട്ട് ചെയ്തൊരു ഫാമിലി ലിവിങ് റൂം ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നൊരു ക്രോക്കറി ഷെൽഫൊക്കെ മാറ്റിയിട്ട് ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം ഒരു ഷോക്കേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ പഴയ കിച്ചണായിരുന്നു. പഴയ കിച്ചൺ മാറ്റി ഇപ്പോൾ ഇവിടെ ഡൈനിങ് റൂം ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഈ 2 ബീം കാണുന്നത് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഒരു വോൾ ഉണ്ടായിരുന്നു. ഇവിടെ ചിമ്മിനിയുടെ ഒരു പാർട്ടീഷൻ ചെറിയൊരു വോൾ ഉണ്ടായിരുന്നു. അത് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് പുകയെടുപ്പായിട്ട് ഇവിടെ ചിമ്മിനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഒരു ഓപ്പൺ കിച്ചണായിട്ട്, കിച്ചണും ഡൈനിങ് റൂമും കൂടെ വരുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മേളിൽ ബീം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്റ്റീലിൻ്റെ ഒരു ബീം അവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന് സീലിംഗ് ചെയ്ത് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ബോൾ എടുത്ത് കളഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു ബീം കൊടുത്തിട്ട് അത് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്നൊരു പോർഷനാണ്. അത് നമ്മളൊരു വാഷ് യൂണിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്റ്റോറേജ് നമ്മൾ ഹിഡനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് മലയാളി അല്ലെ കേരള കുക്കിംഗ് സ്റ്റൈലിന് ഓപ്പൺ കിച്ചൺ സ്യൂട്ടബിൾ ആണോ, നമുക്കത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് ഇവിടെ കിച്ചണും ഡൈനിങ്ങും ഒരു സെപ്പറേറ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. എങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസോ പ്രയറൊക്കെ വരുന്ന സമയത്ത് അത് ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്തെങ്കിലും സാധനം എടുക്കാനും ഒരു പ്രൈവസി കുറവ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ ചെറിയൊരു ട്രിക്ക്. ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഫോൾഡിങ് ഡോറ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഡോറാണ്. അത് ആവശ്യമനുസരിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ ചെയ്യാം. ഇത് ഒരു റോളപ്പ് ബ്ലൈൻഡ് കർട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ആവശ്യമുള്ളപ്പോൾ റോളപ്പ് ചെയ്ത് വെക്കാം. ഓപ്പണായിട്ട് വേണ്ടപ്പോൾ റോളപ്പ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റോൾ ഡൗൺ ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. ഇതിൻ്റെ കർട്ടൻ, അതിൻ്റെ ഫ്രെയിംസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ചെറിയൊരു വുഡൻ പീസ് കൊടുത്തിട്ടുണ്ട്. അത് വെളിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കർട്ടൻ ഉള്ളതായിട്ട് പോലും തോന്നത്തില്ല. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്പൺ കിച്ചൺ, അതിനെ ക്ലോസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്.